ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. തകർത്തടിച്ച് പ്രിയാൻഷ് ആര്യ വീണ്ടും ഒരു ചേസിങ്ങിൽ കാലിടറി ചെന്നൈ സൂപ്പർ കിങ്സ്. ഒടുവിൽ മുള്ളൻപൂരിൽ പഞ്ചാബ് കിങ്സിന് വിജയം. യുവതാരം പ്രിയാൻഷ് ആര്യയുടെ സെഞ്ചുറി മികവിൽ മുള്ളൻപൂരിൽ പഞ്ചാബ് കിങ്സ് 18 റൺസിനാണ് ചെന്നൈ സൂപ്പർ കിങ്സിനെ തോൽപ്പിച്ചത്. ഈ മത്സരത്തോടെ വിജയവഴിയിൽ തിരിച്ചെത്താൻ പഞ്ചാബിനായപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് നേരിടുന്ന തുടർച്ചയായ 4ാമത്തെ തോൽവിയാണിത്. ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ഞാൻ നമ്മുടെ പ്രിവ്യൂ വീഡിയോയിലൊക്കെ പറഞ്ഞു, മുള്ളൻപൂർ പിച്ച് എന്ന് പറഞ്ഞാൽ ബാറ്റിങ്ങിനെ അത്ര കണ്ട് തുണയ്ക്കുന്ന പിച്ചല്ല. എന്ന് വെച്ചാൽ ഒരു 140-150 പിച്ചല്ല, ഒരു 180 ഒക്കെ പാർ സ്കോർ ആയിട്ടുള്ള പിച്ചാണ് മുള്ളൻപൂർ എന്ന് നമ്മൾ പ്രിവ്യൂ വീഡിയോയിൽ പറഞ്ഞിരുന്നു. കാരണം കഴിഞ്ഞ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ആണ് ഈ ഗ്രൗണ്ടിൽ ആദ്യമായിട്ട് 200 എന്നൊരു സ്കോർ ബ്രേക്ക് ചെയ്യുന്നത്. എന്നാൽ ഈ മത്സരത്തിൽ രണ്ട് ടീമുകളും 200+ സ്കോർ ചെയ്തു. ഇതിൽ നിന്ന് മനസ്സിലാവുന്ന വെച്ച് കഴിഞ്ഞാൽ പഞ്ചാബ് കിങ്സ് ഈ വർഷം ഒരു ന്യൂ ലുക്ക് സ്ക്വാഡാണ്. അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവരുടെ ബാറ്റിംഗ് ആണ്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം തുടക്കം പ്രിയാൻഷ് ആര്യ, പ്രഭ്സിമ്രാൻ, പിന്നീട് ശ്രേയസ് അയ്യർ, സ്റ്റോയിനിസ്, ശശാങ്ക്, മാക്സ്വെൽ, അങ്ങനെ നെഹാൽ വധേര, അങ്ങനെ ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് ലൈനപ്പാണ് നമ്മുടെ പഞ്ചാബ് കിങ്സിനുള്ളത്. അപ്പോൾ ഇവർക്കുള്ള ഈ വെടിക്കെട്ട് ബാറ്റിംഗ് യൂണിറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഈ ഒരു ബാറ്റിംഗ് യൂണിറ്റിനെ സ്യൂട്ട് ചെയ്യുന്ന തരത്തിലാണ് ഇത്തവണ പിച്ചുകളെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ വർഷം നടന്നപ്പോൾ ആകെപ്പാടെ 180+ സ്കോർ ചെയ്ത് 2 തവണ മാത്രമാണ്. എന്നാൽ ഇത്തവണ ഇപ്പോൾ ഒരു 4 ഇന്നിങ്സ് വന്നപ്പോഴേക്കും 3 ഇന്നിങ്സിലും 200+ സ്കോർ ചെയ്തു. പിന്നെ ഇതല്ലാതെ പിന്നെ ബോളർമാരെ തുണയ്ക്കാൻ സാധ്യതയുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ബൗണ്ടറി ഡയമെൻഷൻസ് കൂടുതലാണ്. അപ്പോൾ ബാക്കിയുള്ള ഗ്രൗണ്ടുകളെ സംബന്ധിച്ച് നമ്മുടെ ബൗണ്ടറി ഡയമെൻഷൻസ് ഇവിടെ കൂടുതലാണ്. എന്നാലും പിച്ച് ഇത്തവണ ബാറ്റിങ്ങിനെ സ്യൂട്ട് ചെയ്യുന്ന തരത്തിലാണെന്നാണ് ഈ ഒരു 2 മത്സരം നടന്നതിൽ നിന്ന് മനസ്സിലാവുന്നത്. മത്സരത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ IPL-ന്റെ പ്രത്യേകിച്ച് നൈറ്റ് മാച്ചസിൽ പതിവിന് വിപരീതമായിട്ട് ശ്രേയസ് അയ്യർ ബാറ്റിംഗ് ആണ് തിരഞ്ഞെടുത്തത്. ശ്രേയസ് അയ്യറിന്റെ ആ ഒരു തീരുമാനം ശരിയാണെന്ന് ആദ്യ ഓവറിൽ തന്നെ പ്രിയാൻഷ് ആര്യ തെളിയിച്ചു. നമ്മൾ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബോളിംഗ് നോക്കുകയാണെങ്കിൽ അവരുടെ എല്ലാ മത്സരങ്ങളിലും ബോളിംഗിൽ മികച്ചു നിന്നൊരു താരം ഖലീൽ അഹമ്മദാണ്. ആ ഖലീൽ അഹമ്മദിനെ ആദ്യ ഓവറിൽ തന്നെ ആക്രമിക്കാൻ പ്രിയാൻഷ് ആര്യയ്ക്കായി. എന്നാൽ 2ാമത്തെ ഓവറിൽ മുകേഷ് ചൗധരി വന്നപ്പോൾ പ്രഭ്സിമ്രാന്റെ വിക്കറ്റ് എടുത്തു. പ്രഭ്സിമ്രാൻ റണ്ണൊന്നും എടുക്കാനാവാതെ മടങ്ങി. അത് കഴിഞ്ഞ് ശ്രേയസ് അയ്യർ വന്നു. ഖലീൽ അഹമ്മദ് തിരികെ വന്നപ്പോൾ ശ്രേയസ് അയ്യർ ഖലീലിന് ഒരു 6 അടിച്ചെങ്കിലും ഖലീൽ ഉടൻ തന്നെ ആ ഓവറിൽ തന്നെ നമ്മുടെ ശ്രേയസ് അയ്യറിനെ ബൗൾഡ് ആക്കിയിട്ട് പ്രതികാരം ചെയ്തു. അത് കഴിഞ്ഞ് വന്നത് മാർക്കസ് സ്റ്റോയിനിസ് ആണ്. മാർക്കസ് സ്റ്റോയിനിസിന്റെ വിക്കറ്റും നമ്മുടെ ഖലീൽ അഹമ്മദ് തന്നെ നേടി. അപ്പോൾ മാർക്കസ് സ്റ്റോയിനിസിനും കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ പവർ പ്ലേയിൽ ഒരു സൈഡിൽ 3 ബാറ്റേഴ്സ് സിംഗിൾ ഡിജിറ്റ് സ്കോറിന് പുറത്തായി. അതായത് പ്രഭ്സിമ്രാൻ ഡക്ക്, ശ്രേയസ് അയ്യർ 9, അതുപോലെ തന്നെ മാർക്കസ് സ്റ്റോയിനിസ് 4. എന്നിട്ടും അവരെ പവർ പ്ലേയിൽ സ്കോർ ചെയ്ത് 75 റൺസാണ്. അതായത് 6 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 75 റൺസാണ് പഞ്ചാബ് കിങ്സ് സ്കോർ ചെയ്തത്. അതിന് പ്രധാന കാരണം ഒരു സൈഡിൽ വിക്കറ്റ് വീഴുമ്പോഴും പ്രിയാൻഷ് ആര്യ ഒരു ഭയവുമില്ലാതെ അറ്റാക്ക് ചെയ്തു. ഏതൊരു ബോളേഴ്സിനെ ഇനിയിപ്പം ഒരു സൈഡിൽ വിക്കറ്റ് വീണോട്ടെ, വിക്കറ്റ് എടുത്തോട്ടെ, അതൊന്നും എനിക്ക് പ്രശ്നമല്ല, എനിക്ക് അടിക്കാൻ പന്ത് കിട്ടിയാൽ ഞാൻ അടിക്കും. ആ ഒരു മൈൻഡ് സെറ്റിലാണ് പ്രിയാൻഷ് ആര്യ ബാറ്റ് ചെയ്തത്. അങ്ങനെ വന്നപ്പോൾ ഒരു സൈഡിൽ ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ 3 ബാറ്റേഴ്സും കൂടെ ചേർന്ന് 13 റൺസ് എടുത്തപ്പോൾ അപ്പുറത്ത് പ്രിയാൻഷ് ആര്യ നല്ല വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് നടത്തിയത്. പിന്നെ ഇവിടെ ഒരു ടാക്ടിക്കൽ എറർ എന്ന് പറയാവുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ചെന്നൈയുടെ പല മാച്ചിൻ്റെയും റിവ്യൂ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമാണ് അശ്വിൻ്റെ ആ ഒരു ഫോം. അശ്വിൻ ബോൾ ചെയ്യുമ്പോൾ പണ്ട് ശരിയാണ് നമ്മുടെ IPL പവർ പ്ലേയിൽ മികച്ച രീതിയിൽ ബോളിന് താരമാണെങ്കിലും ഈ സീസണിൽ അശ്വിന് പവർ പ്ലേയിൽ നല്ല റെക്കോർഡല്ല ഉള്ളത്. അശ്വിന് എറിഞ്ഞ ഓവറുകളിൽ 15 റൺസാണ് ഇക്കോണമി ആയിട്ട് വരുന്നത്. അതായത് ഏകദേശം പവർ പ്ലേയിൽ 15 റൺസ് ആണ് അശ്വിൻ വിട്ടുകൊടുക്കുന്നത്. എന്നാൽ മിഡിൽ ഓവേഴ്സ് വരുമ്പോൾ അശ്വിൻ ഏകദേശം 7 റൺസേ വിട്ടുകൊടുക്കുന്നുള്ളൂ. കാരണം മിഡിൽ ഓവേഴ്സിൽ അത്യാവശ്യം നന്നായിട്ട് എതിരാളികളെ റെസ്ട്രിക്ട് ചെയ്ത് അശ്വിൻ എറിയുന്നുണ്ട്. പക്ഷേ പവർ പ്ലേയിൽ റൺസ് നന്നായിട്ട് വിട്ടുകൊടുക്കുന്നുണ്ട്. ഇത്തവണ വീണ്ടും ഗെയ്ക്വാദ് അശ്വിനെ പവർ പ്ലേയിൽ നിയോഗിച്ചു. പ്രിയാൻഷ് ആര്യ നന്നായിട്ട് ബാറ്റ് ചെയ്തു. ആ ഓവറിൽ 21 റൺസാണ് അശ്വിൻ വഴങ്ങിയത്. അപ്പോൾ 5 ഓവറിൽ 54 നിന്ന ടീം 6 ഓവർ ആയപ്പോഴത്തേന് 75, 3 വിക്കറ്റ് നഷ്ടത്തിൽ 75 എന്ന നിലയിലെത്തി. അതായത് പവർ പ്ലേയിൽ വീണ്ടും അശ്വിനെ ബോൾ ചെയ്യിക്കാനുള്ള തന്ത്രം പാളി. സ്പിന്നർ തന്നെ വേണമെങ്കിൽ നൂർ അഹമ്മദിനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമായിരുന്നു. അത് ഗെയ്ക്വാദ് ചെയ്തില്ല. ആ പവർ പ്ലേ ഫേസ് തീർച്ചയായിട്ടും നമ്മുടെ പഞ്ചാബ് കിങ്സ് സ്വന്തമാക്കി. എന്നാൽ പിന്നെ ആ ഒരു വിക്കറ്റ് പോക്ക് നിലച്ചില്ല. കാരണം അത് കഴിഞ്ഞിട്ട് വന്ന നെഹാൽ വധേരയ്ക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അശ്വിൻ നെഹാൽ വധേരയുടെ വിക്കറ്റ് എടുത്തു. ഗ്ലെൻ മാക്സ്വെല്ലിനെ അശ്വിൻ തന്നെ പുറത്താക്കി. നെഹാൽ വധേര 7 പന്തിൽ 9 റൺസേ എടുത്തുള്ളൂ. മാക്സ്വെല്ല് സ്ട്രെയിറ്റ് നല്ലൊരു ഷോട്ട് അടിക്കാൻ നോക്കി, ഡയറക്റ്റ് അശ്വിൻ തന്റെ കൈകളിലേക്ക് തന്നെയാണ് അത് എത്തിയത്. അപ്പോൾ 2 പന്തിൽ 1 റൺസാണ് നമ്മുടെ മാക്സ്വെൽ എടുത്തത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും ഇവര് 8 ഓവർ കഴിഞ്ഞപ്പോൾ 83, 5 വിക്കറ്റ് നഷ്ടത്തിൽ 83 എന്ന നിലയിലായി. അപ്പം നമ്മൾ വിചാരിക്കും 83 റൺസിന് 5 വിക്കറ്റ് പോയി, ഇവരെ ഒരു 150 താഴെ ഒതുക്കാം. കാരണം മെയിൻ ആയിട്ടുള്ള 5 പ്ലേയേഴ്സ് ഔട്ടായി. ഇനി എന്തായാലും അവരെ ഒരു കുറഞ്ഞ സ്കോറിൽ ഒതുക്കാൻ സാധിക്കുമെന്ന നിലയിലാണ് നമ്മുടെ ശശാങ്ക് സിംഗ് ബാറ്റ് ചെയ്യാൻ വരുന്നത്. അവർ രണ്ടുപേരോട് ചേർന്നപ്പോഴേക്കും പ്രിയാൻഷ് ആര്യയും ശശാങ്ക് സിംഗോട് ചേർന്നപ്പോഴേക്കും പിന്നീട് വെടിക്കെട്ടാണ് കണ്ടത്. ഒരു സൈഡിൽ അല്ലെങ്കിൽ തന്നെ പ്രിയാൻഷ് ആര്യ നല്ല രീതിയിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ശശാങ്ക് സിംഗൂടെ വരുന്നത്. സ്കോറിങ്ങിന് ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോയി. 5 വിക്കറ്റ് പോയി. അപ്പോൾ ഇനി ഞാനോട് ഔട്ടായി കഴിഞ്ഞാൽ ടീം വീണ്ടും ഒരു പടുകുടിയിൽ പോകുന്ന ഒരു ചിന്തയിലൊന്നും അല്ല അവർ ബാറ്റ് ചെയ്തത്. വരുന്നു, അടിക്കുന്നു, ആ രീതിയിൽ തന്നെ ബാറ്റ് ചെയ്തപ്പോൾ
പ്രിയാൻഷ് ആര്യ 39 പന്തുകളിൽ നിന്ന് സെഞ്ചുറി തികച്ചു. വളരെ ഡെയറിംഗ് ആയിട്ടുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് ആയിരുന്നു. ഇത് നമ്മൾ സാധാ ഒരു സെഞ്ചുറിയേക്കാളും കൂടുതൽ അപ്ലോഡ് ചെയ്യേണ്ട ഒരു ഇന്നിങ്സ് ആണ്. കാരണം ഇപ്പോൾ ഒരു സൈഡിൽ നല്ലൊരു പാർട്ണർഷിപ്പ് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പറയാം ആ ഒരു പ്രഷർ ഒന്ന് കുറയ്ക്കാൻ, ആ ഒരു ബാറ്ററിന്റെ പ്രഷർ കുറയ്ക്കാൻ അപ്പുറത്തൊരു ആളുണ്ടല്ലോ, അപ്പുറത്ത് ഒരാളും അത്യാവശ്യം അടിക്കുന്നുണ്ട്, അപ്പോൾ വലിയ പ്രഷർ ഇല്ലാതെ മുന്നോട്ട് പോകാം എന്നൊക്കെ പറയാം. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡിൽ വിക്കറ്റ് വീഴുകയായിരുന്നു. പവർ പ്ലേയിൽ 75 റൺസ് എടുത്തത് മറ്റുള്ള ബാറ്ററുടെ സംഭാവന 13 റൺസ് മാത്രമാണ്. അത് കഴിഞ്ഞിട്ടായാലും പിന്നീട് വധേര ആയാലും മാക്സ്വൽ ആയാലും എല്ലാം വിക്കറ്റ് പോയി. പിന്നെ ശശാങ്ക് സിംഗിലാണ് നല്ലൊരു പാർട്ട്ണറിനെ പ്രിയാൻഷ് ആര്യക്ക് കിട്ടുന്നത്. അപ്പോൾ അതുവരെ പ്രിയാൻഷ് നോക്കുന്നില്ല, അതുവരെയും നല്ല രീതിയിൽ അടിക്കുക തന്നെയാണ് ചെയ്തത്. അപ്പോൾ വളരെ മികച്ച ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു മാച്ച് വിന്നിങ് ഇന്നിങ്സ് ആണ് നമ്മുടെ പ്രിയാൻഷ് നടത്തിയത്. പിന്നീട് പ്രിയാൻഷിന്റെ വിക്കറ്റ് നൂർ അഹമ്മദിന് കിട്ടി. 42 പന്തിൽ 103 റൺസ് എടുത്ത് പ്രിയാൻഷ് 14ാമത്തെ ഓവറിൽ പുറത്തായി. അപ്പോൾ പ്രിയാൻഷ് പുറത്താകുമ്പോൾ അവരുടെ സ്കോർ 154 അതായത് 83-ന് 5 പോയ ടീമാണ് 154-ന് 6, അത് വെറും 14 ഓവറിൽ ആ ഒരു സ്കോറിൽ എത്തുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന മാർക്കോ യാൻസൺ നന്നായിട്ട് തന്നെ കളിച്ചു. മാർക്കോ യാൻസൺ 19 പന്തിൽ 34 എടുത്തു. ഈ സമയത്ത് നമ്മുടെ ശശാങ്ക് സിംഗ് 50 അടിച്ചു. 36 പന്തിൽ 52 റൺസ്. പിന്നീട് അവർ വിക്കറ്റ് നഷ്ടമൊന്നുമില്ലാതെ ഇന്നിങ്സ് പൂർത്തിയാക്കി. അപ്പോൾ അവരെടുത്ത സ്കോർ എന്ന് പറഞ്ഞാൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 219. അങ്ങനെ ഒരു റെക്കോർഡ് ചേസ് ആണ് CSKയുടെ മുന്നിലേക്ക് അവർ വെച്ച് നീട്ടിയത്. നിങ്ങൾ ഈ സ്കോർ എടുക്കുന്നെങ്കിൽ എടുത്തോ, ഇത് നിങ്ങൾക്ക് ഒരു റെക്കോർഡായിരിക്കും. കാരണം 220 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെക്കോർഡ് ചേസ് ആണ്. അത് മാത്രമല്ല, ഈ നമ്മുടെ സുരേഷ് റെയ്ന ഇല്ലാതെ 180-ന് മേളിലൊരു സ്കോർ CSK തങ്ങളുടെ ചരിത്രത്തിൽ ഇതേവരെ ചേസ് ചെയ്തിട്ടുമില്ല. അപ്പോൾ അങ്ങനെ വലിയൊരു ചാലഞ്ച് ആയിരുന്നു നമ്മുടെ CSKക്ക് മുന്നിലേക്ക് പഞ്ചാബ് കിങ്സ് നീട്ടിയത്. ഇനി ചേസിങ്ങിലേക്ക് വരുമ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഈ സീസണിലെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് പാർട്ണർഷിപ്പാണ് നമ്മളിവിടെ കണ്ടത്, നമ്മുടെ ഡെവൺ കോൺവേയും രച്ചിൻ രവീന്ദ്രയും. പക്ഷേ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഈ പവർ പ്ലേയിൽ 6 ഓവറിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ 59 റൺസാണ് എടുത്തത്. അവർ ഈ മത്സരം തോറ്റതും ഈ ഫേസിൽ തന്നെയാണ്. അതായത് അവർ ഈ സീസണിലെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് ഉണ്ടായിട്ടും ആ ഒരു ഫേസിൽ മത്സരം തോറ്റു എന്ന് പറയുന്നതാണ് അതിനകത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. കാരണം ഇപ്പോൾ നമ്മൾ കളിയുടെ ഫേസസ് നോക്കാം, നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, പവർ പ്ലേ, മിഡിൽ ഓവേഴ്സ്, ഡെത്ത് ഓവേഴ്സ്. അപ്പോൾ ഇത് വരുമ്പോൾ മിഡിൽ ഓവേഴ്സിലായാലും ഡെത്ത് ഓവേഴ്സിലായാലും പഞ്ചാബിൻ്റെ ആ ഒരു ബാറ്റിങ്ങും നമ്മുടെ ചെന്നൈയുടെ ബാറ്റിങ്ങും ഏറെക്കുറെ സെയിം ആണ്. അതായത് അവരെടുത്ത സ്കോർ ഏറെക്കുറെ സെയിം തന്നെയാണ്. മിഡിൽ ഓവേഴ്സിൽ പഞ്ചാബ് 89 റൺസ് സ്കോർ ചെയ്തു 3 വിക്കറ്റ് നഷ്ടത്തിൽ. ചെന്നൈ ആ സമയം 86 റൺസ് സ്കോർ ചെയ്തു 2 വിക്കറ്റ് നഷ്ടത്തിൽ. ഈ ഡെത്ത് ഓവേഴ്സ് വരുമ്പോൾ നമ്മുടെ പഞ്ചാബ് 55 റൺസ് സ്കോർ ചെയ്തു, വിക്കറ്റ് നഷ്ടമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ചെന്നൈ ആണെങ്കിൽ 56 റൺസ് സ്കോർ ചെയ്തു. കണ്ടോ, ഏകദേശം സെയിം ആണ്, 2 റൺസിന്റെ വ്യത്യാസമേ ഉള്ളൂ. 89, 86, അതുപോലെ 55, 56. പക്ഷെ പവർ പ്ലേ വന്നപ്പോഴേക്കും 75, 59 ആ ഒരു ഫേസിലാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് കളി നഷ്ടമായത്. അതും അവരുടെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് വന്ന അവസരത്തിലാണ് എന്നത് മറ്റൊരു വസ്തുത. 23 പന്തിൽ 36 റൺസ് എടുത്ത് പിന്നീട് രച്ചിൻ രവീന്ദ്ര പുറത്തായി. ഗെയ്ക്വാദ് വന്നു. ഗെയ്ക്വാദിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. 3 പന്തിൽ 1 റൺസ് മാത്രമാണ് ഗെയ്ക്വാദിന് എടുക്കാൻ കഴിഞ്ഞത്. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഗെയ്ക്വാദ് തന്റെ സ്ഥിരം പൊസിഷനായി ഓപ്പണിംഗിൽ തന്നെ ഇറങ്ങുന്നതാണ് നല്ലത് എന്ന് ഞാൻ പറയും. ഡെവൺ കോൺവേയും ഗെയ്ക്വാദും ഓപ്പൺ ചെയ്തിട്ട് രച്ചിൻ രവീന്ദ്ര 1 ഡൗൺ ഇറങ്ങാം. രച്ചിൻ രവീന്ദ്ര 1 ഡൗൺ ഇറങ്ങി കളിച്ച് പരിചയമുള്ള താരമാണ്. അത് മാത്രമല്ല അവർക്ക് ടോപ്പിലൊരു ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷനും കിട്ടും. പക്ഷെ പിന്നെ എന്തുകൊണ്ടാണ് ഇവർ ഈ ഒരു കോമ്പിനേഷൻ തന്നെ ഇൻസിസ്റ്റ് ചെയ്യുന്നതെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഗെയ്ക്വാദ് പറഞ്ഞത് താൻ 3ാമത് ഇറങ്ങുമ്പോൾ ടീമിന് കൂടുതൽ ബാലൻസ് കിട്ടും, ഇത് ഞങ്ങൾ ഓപ്ഷൻ ടേബിളിലെ തീരുമാനിച്ചത് എന്നൊക്കെയാണ്. പക്ഷെ എന്തുകൊണ്ടോ ഈ ഒരു സ്ട്രാറ്റജി, അതായത് ഗെയ്ക്വാദിനെ 1 ഡൗൺ ഇറങ്ങുന്ന സ്ട്രാറ്റജി നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ പിന്നെ ബാറ്റിംഗിലേക്ക് വരുമ്പോൾ ശിവം ദുബെ ഒരു ചെറിയ പ്രതീക്ഷയൊക്കെ നൽകി. 27 പന്തിൽ 42 റൺസ്. പിന്നീട് ഇത്തവണ ധോണി നേരത്തെ കയറി. ധോണി ഇത്തവണ എടുത്തത് 12 പന്തിൽ 27 റൺസാണ്. പിന്നീട് ജഡേജയും വിജയ് ശങ്കറും ഒക്കെ ബാറ്റ് ചെയ്തെങ്കിലും കാര്യമായിട്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. വിജയ് ശങ്കർ 2 ബോൾ നേരിട്ടുള്ളൂ, 2 ബോളിൽ 2 റൺസ്. ജഡേജ 5 ബോളിൽ 9 റൺസ്. ഇവിടെ നമ്മൾ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഇന്നിങ്സ് അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞു ആ ഒരു പവർ പ്ലേ ഫേസിൽ തന്നെ അവർ 16 റൺസ് പിന്നോട്ട് പോയി. അപ്പോൾ അത് കവറപ്പ് ചെയ്യാനായിട്ട് പിന്നീട് അവർക്ക് കഴിഞ്ഞില്ല. ആ ഒരു ഇന്റന്റിൽ കളിച്ചത് ധോണി മാത്രമാണ്. എനിക്ക് ഇന്നലത്തെ ചേസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു സ്കോറിന്, അതായത് അത്രയും ഒരു റിക്വയർഡ് റേറ്റ് ഉള്ളപ്പോൾ ആ ഒരു സ്കോറിന് വേണ്ട രീതിയിൽ ബാറ്റ് ചെയ്തത് MS ധോണി മാത്രമാണ്. അപ്പോൾ MS ധോണി നല്ലൊരു ചെറിയ ഇന്നിങ്സ് ആണ് കളിച്ചത്. ഇപ്പോൾ 12 പന്തിൽ 27 റൺസ് എടുത്തു, ഒരു 4ഉം 3 6ഉം അടിച്ച് ഔട്ടായി. ഇപ്പം ഞാൻ കഴിഞ്ഞ ഇന്നിങ്സിൽ ധോണിയുടെ ഇന്നിങ്സിനെ വിമർശിച്ച ഒരാളാണ്. അതായത് ആ ഒരു സ്കോറിന് വേണ്ട പേസിലല്ല വിജയ് ശങ്കറും ധോണിയും കളിച്ചതെന്ന് ഞാൻ പറഞ്ഞ ആളാണ്. പക്ഷെ ഇന്നലത്തെ ചേസ് വന്നപ്പോൾ ഈ ഒരു ചേസിന് വേണ്ട ഒരു ഇന്റന്റിൽ കളിച്ചത് ധോണിയാണ്. ആദ്യം നമ്മുടെ രച്ചിൻ നന്നായിട്ട് കളിച്ചു, രച്ചിൻ ഔട്ടായി. പക്ഷെ നമ്മുടെ കോൺവേയ്ക്ക് അങ്ങോട്ട് ആ ഒരു രീതിയിൽ സ്ട്രൈക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. 49 പന്തിൽ 69 റൺസാണ് എടുത്തത്. സ്ട്രൈക്ക് റേറ്റ് അറൗണ്ട് 140 മാത്രമേ കോൺവേയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അവസാനം ഒരു കോൺവേ റിട്ടയർ ചെയ്യിച്ചു, എന്നിട്ടാണ് ജഡേജ ഇറക്കിയത്. അതൊരു പക്ഷെ അല്പം ലേറ്റ് ആയോന്ന് സംശയമുണ്ട്. കാരണം നമ്മുടെ പ്രോപ്പറായിട്ട് നല്ല ഷോട്ട്സ് കളിക്കാനായിട്ട്, അതായത് ബിഗ് ഹിറ്റ്സ് കളിക്കാനായിട്ട് കോൺവേ നന്നായിട്ട് പാടുപെട്ടു. ഒടുവിൽ അവസാനം
മാക്സിമം നോക്കിയിട്ടാണ് നമ്മുടെ കോൺവേ റിട്ടയർഡ് ഔട്ട് ആക്കുന്നതും ജഡേജയെ ഇറക്കുന്നതും. പക്ഷേ ജഡേജയ്ക്കും പിന്നെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നത് മറ്റൊരു കാര്യം. പക്ഷേ എന്നാലും കോൺവേ റിട്ടയർഡ് ഔട്ട് ആക്കാൻ അവർ ഇത്തിരി ലേറ്റ് ആയോ എന്നുള്ളതൊരു സംശയമാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ചേസിൽ അത്യാവശ്യം നന്നായിട്ട് ധോണി ബാറ്റ് ചെയ്തു. ധോണി തൻ്റെ റോൾ ചെയ്തു 12 പന്തിൽ 27 റൺസ്. പിന്നെ ബാക്കി ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു പവർ പ്ലേയിൽ ആ ഒരു പിന്നിലായതിനു ശേഷം അത് മുന്നിൽ കയറാനായിട്ട് ഇവർക്ക് കഴിഞ്ഞില്ല. പിന്നീട് എപ്പോഴും ഒരു ക്യാച്ചിങ് അപ്പ് ഗെയിം ആയിരുന്നു. ഇപ്പം അല്ലെങ്കിൽ ആ ഒരു 16 റൺസ് മിഡിൽ ഓവേഴ്സിലോ ഡെത്ത് ഓവേഴ്സിലോ കവർ ചെയ്യണം, അത് കവർ ചെയ്യാൻ കഴിഞ്ഞില്ല. പഞ്ചാബിൻ്റെ ആ ഒരു പേസിൽ തന്നെ CSK പോയി. അപ്പോൾ ഞാൻ പറഞ്ഞത് ആ ഒരു പവർ പ്ലേ ഫേസിലാണ് ഇവർക്ക് മത്സരം നഷ്ടമായത്. ഇനി ബോളിങ്ങിലേക്ക് വരുമ്പോൾ ലോക്കി ഫെർഗൂസൺ 2 വിക്കറ്റ് ഇട്ടു, 4 ഓവറിൽ 40 റൺസ് വഴങ്ങി. അതുപോലെ മാക്സ്വെൽ 2 ഓവറിൽ 11 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 1 വിക്കറ്റ് എടുത്തു. പിന്നെ യഷ് താക്കൂർ 4 ഓവറിൽ 39 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റ് എടുത്തു. നമ്മൾ ചെന്നൈയുടെ ബോളിങ്ങിനെ പറ്റി പറഞ്ഞില്ല. ചെന്നൈ നിരയിൽ ഖലീൽ ഇത്തവണ കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. കാരണം ഫസ്റ്റ് ഓവറിൽ പ്രിയാൻഷാരി നന്നായിട്ട് പെരുമാറി. അപ്പോൾ അതുകൊണ്ട് 4 ഓവറിൽ 45 റൺസ് കൊടുത്ത് 2 വിക്കറ്റ്. അശ്വിനും ഡീസൻ്റ് ആയിട്ട് ബോൾ ചെയ്തു. ഇപ്പോൾ അശ്വിൻ്റെ ഫിഗർ ശ്രദ്ധിച്ചാൽ 4 ഓവറിൽ 47 റൺസ് വഴങ്ങി 2 വിക്കറ്റ്. അതിൽ 21 റൺസ് പോയതും ഫസ്റ്റ് ഓവറിലാണ്, അതായത് പവർ പ്ലേയിലാണ്. പിന്നീട് 3 ഓവറിൽ 27 റൺസ് കൊടുത്ത് 2 വിക്കറ്റ് എടുത്തു. നൂർ അഹമ്മദ് ഈ മാച്ചിലും കുറച്ച് എക്സ്പെൻസീവ് ആയി. 3 ഓവറിൽ 32 റൺസ് കൊടുത്ത് 1 വിക്കറ്റ്. നമ്മുടെ പതിരാനയ്ക്ക് വിക്കറ്റ് എടുക്കാനേ കഴിഞ്ഞില്ല. പതിരാന ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. 4 ഓവറിൽ 52 റൺസാണ് പതിരാന വിട്ടുകൊടുത്തത്. മുകേഷ് ചൗധരി 2 ഓവറിൽ 21 റൺസ് കൊടുത്ത് 1 വിക്കറ്റ്. അങ്ങനെയാണ് നമ്മുടെ ചെന്നൈയുടെ ബോളിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഈ മത്സരത്തിൽ ഞാൻ കണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വളരെ വേസ്റ്റ് ഫീൽഡിങ്. ഈ സീസണിലെ ഏറ്റവും മോശം ഫീൽഡിംഗ് ആയിട്ടൊരു മത്സരമായിരുന്നു. കാരണം ക്യാച്ചസ് ഡ്രോപ്പ് ചെയ്യാൻ 2 ടീമുകളും മത്സരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് കളഞ്ഞ ക്യാച്ചുകൾക്ക് എണ്ണമില്ല. അപ്പോൾ ഈ സീസൺ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വേസ്റ്റ് ഫീൽഡിംഗ് ടീം എന്ന് പറയുന്നത് CSK ആണ്. കാരണം CSK ആണ് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ക്യാച്ച് കളഞ്ഞതും ഏറ്റവും കുറവ് ക്യാച്ച് എഫിഷ്യൻസി ഉള്ളത്. നമ്മൾ ക്രിക്കറ്റിൻ്റെ കാര്യത്തിൽ പറയാറുണ്ട് ക്യാച്ചസ് വിൻ മാച്ചസ് എന്ന്. ഇപ്പോൾ CSK ഇത്രയും ക്യാച്ചസ് കളയുമ്പോൾ ഈ ക്യാച്ച് കളഞ്ഞു കഴിയുമ്പോൾ ആ ബാറ്റേഴ്സ് ഒരു 20-30 റൺസ് അധികം എടുത്തു കഴിഞ്ഞാൽ അത് തന്നെ അവരുടെ ഒരു വിന്നിങ് ചാൻസസിനെ ഡയറക്റ്റായിട്ട് ഇമ്പാക്ട് ചെയ്യും. കാരണം അത്രയും മോശം ഫീൽഡിംഗ് ആണ് CSK ഈ സീസണിൽ. അതിപ്പോൾ ഗെയ്ക്വാദ് ആയാലും സ്റ്റീഫൻ ഫ്ലെമിംഗ് ആയാലും തുറന്നു പറഞ്ഞു കഴിഞ്ഞു, ഈ സീസണിൽ ഞങ്ങൾ ഒരുപാട് ക്യാച്ച് മിസ് ചെയ്തു, അത് ഞങ്ങളെ എഫക്ട് ചെയ്യുന്നുണ്ടെന്ന് അവർ തുറന്നു പറഞ്ഞു കഴിഞ്ഞു. കാരണം അത്രയും മോശം ഫീൽഡിംഗ് ആണ് CSK. ഇന്നലത്തെ മത്സരത്തിൽ വരുമ്പോൾ CSKയോട് പഞ്ചാബ് അക്കാര്യത്തിൽ മത്സരിക്കുന്നതാണ് കണ്ടത്. പഞ്ചാബ് നിരവധി ക്യാച്ചുകൾ വിട്ട് കളഞ്ഞു. ഇതിനകത്ത് ഏറ്റവും കുറവ് ക്യാച്ച് വിട്ട് കളഞ്ഞ ടീം ജയിച്ചു എന്ന് വേണമെങ്കിൽ നമുക്കൊരു തമാശയായിട്ട് പറയാം. കാരണം ഓഫ് കോഴ്സ് ഇന്നലത്തെ മത്സരത്തിൽ ചെന്നൈയേക്കാൾ കുറവ് ക്യാച്ച് വിട്ട് കളഞ്ഞത് പഞ്ചാബാണ്. പക്ഷേ അക്കാര്യത്തിലും ഇവർ തമ്മിലൊരു കനത്ത മത്സരം ഉണ്ടായിരുന്നു. ഇപ്പോൾ മാച്ചിൽ 2 ടീമും 200 സ്കോർ ചെയ്തതുപോലെ ക്യാച്ചിങ്ങിൻ്റെ കാര്യത്തിലും 2 ടീമും കട്ടയ്ക്ക് മത്സരിച്ചു. ഏറ്റവും കുറവ് ക്യാച്ച് വിട്ട് കളഞ്ഞ ടീം ജയിച്ചു എന്ന് നമുക്ക് പറയാം. ചെന്നൈ സൂപ്പർ കിങ്സിന് ആദ്യത്തെ മത്സരത്തിൽ മുംബൈയെ തോൽപ്പിച്ച ശേഷം തുടർച്ചയായിട്ട് നേരിടുന്ന 4ാമത്തെ തോൽവിയാണിത്. ഇപ്പോൾ ബാക്കിയുള്ള മത്സരങ്ങളെ വെച്ച് നോക്കുമ്പോൾ അവരുടെ ബാറ്റിംഗ് ഒന്നുകൂടെ മെച്ചപ്പെട്ടു എന്നൊക്കെ പറയാമെങ്കിലും തീർച്ചയായിട്ടും ഈ പരാജയം അവരുടെ കോൺഫിഡൻസിനെ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തുടർച്ചയായിട്ട് 4 തോൽവികൾ അവർക്ക് നേരിട്ട് കഴിഞ്ഞു. ഇനി പെട്ടെന്ന് തന്നെ ഈ ഒരു ഫോർച്യൂൺ റിവേഴ്സ് ചെയ്തില്ല എങ്കിൽ അവർ പുറത്താവും. ഓഫ് കോഴ്സ് പുറത്താവും. കാരണം ഈ സീസൺ നമ്മൾ ആ ഒരു പോയിന്റ് ടേബിളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷനാണ്. മിക്കവാറുള്ള ടീമുകളെല്ലാം 2-3 മാച്ചസ് ജയിച്ചു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ വരുന്ന ഒരു സീസണിൽ ഇവർ ബഹുദൂരം പുറകിലാണ് നിലവിൽ. ഇനി ഒരു 9 മാച്ചസ് ആണ് ഇവർക്ക് ശേഷിക്കുന്നത്. അതിലൊരു 7 മത്സരമെങ്കിലും ഇവർക്ക് ജയിക്കണം. അപ്പോൾ അങ്ങനെ 9-ൽ 7 ജയിക്കണമെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പോലൊരു ടീമിന് അത് കഴിയത്തില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ ഒരു കോൺഫിഡൻസ് ലെവലിൽ അത് കുറച്ച് പാടാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അവർ വിജയവഴിയിലേക്ക് തിരിച്ചെത്തേണ്ടത് അവർക്ക് അത്യാവശ്യമാണ്. അങ്ങനെ തിരിച്ചെത്തിയില്ല. ഇനി ഒരു 1-2 മത്സരങ്ങൾ കൂടി തോക്കാനാണ് അവരുടെ വിധിയെങ്കിൽ ഈ സീസൺ അവർക്ക് ഏറ്റവും മോശം സീസണുകളിൽ ഒന്നായി മാറാൻ സാധ്യതയുണ്ട്. ഇനി പഞ്ചാബിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഹോമായ മുള്ളൻപൂരിൽ അവർ വിജയിച്ചു. അപ്പോൾ അവർക്ക് മോശം റെക്കോർഡുള്ളൊരു ഹോം ഗ്രൗണ്ടാണ് മുള്ളൻപൂർ. ഇതിനു മുമ്പ് ഈ ഒരു മത്സരത്തിന് മുമ്പ് ഒരു മത്സരം മാത്രമാണ് അവർക്കൂടെ ജയിക്കാൻ കഴിഞ്ഞത്. ഇത്തവണ അങ്ങനെ ചെന്നൈ സൂപ്പർ കിങ്സ് പോലൊരു ടീമിനോട് വീണ്ടും ഒരു ജയം അവർ നേടി. ഇപ്പോൾ 4 മത്സരം കഴിഞ്ഞപ്പോൾ 3 മത്സരങ്ങൾ അവർ ജയിച്ചു. അങ്ങനെ പോയിന്റ് ടേബിളിൽ ടോപ്പ് 4 എത്താൻ അവർക്കായി. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു മൊറാലും കോൺഫിഡൻസും ഒക്കെ ബൂസ്റ്റ് ആവും എന്നുള്ളത് ഉറപ്പാണ്. എന്താണ് ഇന്നലത്തെ മത്സരത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.